ഈവനിങ് ആകുമ്പോൾ നമ്മുടെ കൊളീഗ്സ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് പറയും വാടാ ഒന്ന് പുറത്തോട്ട് പോയി ഭക്ഷണം കഴിക്കാം. അപ്പോൾ ഇത് നമുക്ക് പലപ്പോഴും ഒഴിവാക്കാൻ പറ്റാത്തൊരു ക്വസ്റ്റ്യനാണ്. ജീവിതശൈലി രോഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം തീർച്ചയായിട്ടും ഭക്ഷണത്തിന് തന്നെയായിരിക്കും. നമസ്കാരം, എല്ലാവർക്കും വിവേദ ഓൺലൈൻ യോഗ ആൻഡ് ഫിറ്റ്നസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അജിത്, വിവേദയുടെ സ്ഥാപകനും സിഇഒയും. ആധുനിക ജീവിതശൈലിയിൽ നമ്മുടെ ആരോഗ്യവും ഭക്ഷണശീലങ്ങളും എങ്ങനെ മെച്ചപ്പെടുത്താം എന്നതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മളൊപ്പം ഈ ഇൻ്റർവ്യൂവിലുള്ളത് പ്രമുഖ നാച്ചുറോപ്പതി ഡോക്ടർമാരായ ഡോക്ടർ നിഷ ആൻഡ് ഡോക്ടർ മനു. ഇവർ സാക്യ നാച്ചുറോപ്പതി ഹോസ്പിറ്റലിൻ്റെ സ്ഥാപകർ കൂടിയാണ്. ഡോക്ടർ മനുവിനെ, ഡോക്ടർ നിഷയെ നമുക്ക് ഈ വീഡിയോയിലോട്ട് സ്വാഗതം ചെയ്യാം. താങ്ക് യു. ഡോക്ടർ മനു, ഡോക്ടർ നിഷ, ഒന്ന് നിങ്ങളുടെ ഇൻട്രോ ഒന്ന് പറയാമോ? എൻ്റെ പേര് മനു പ്രതീഷ് ജേക്കബ്. ഞാൻ സാക്യ നാച്ചുറോപ്പതി ഹോസ്പിറ്റലിലെ മെഡിക്കൽ ഡയറക്ടറാണ്. നാച്ചുറോപ്പതിയിൽ ഏകദേശം 18 വർഷത്തോളം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് വർക്ക് ചെയ്തു. അതുപോലെ തന്നെ ഞാൻ ഫംഗ്ഷൻ മെഡിസിൻ US നിന്ന് ഫംഗ്ഷൻ മെഡിസിൻ ട്രെയിൻഡാണ്. സോ അങ്ങനെ നമ്മൾ ഇവിടെ മലയാറ്റൂർ, കൊച്ചിയിലെ മലയാറ്റൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ചെറിയൊരു ഹോസ്പിറ്റൽ, സാക്യ നാച്ചുറോപ്പതി ഹോസ്പിറ്റൽ ആൻഡ് ഫെർട്ടിലിറ്റി സെന്റർ എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലിൽ നടത്തുന്നു. നിഷ പാറക്കടവ് 5.5 years നാച്ചുറോപ്പതി BNVS ഡിഗ്രിക്ക് ശേഷം PG ഡിപ്ലോമ അക്യൂപങ്ക്ചർ ചെയ്തു. അതിനുശേഷം MSc സൈക്കോതെറാപ്പി ആൻഡ് കൗൺസിലിംഗ് കൂടെ ചെയ്തു. ഇപ്പം ഞാനും ഡോക്ടർ മനുവും കൂടെയാണ് സാക്യ നാച്ചുറോപ്പതി ആൻഡ് ഫെർട്ടിലിറ്റി സെന്റർ ഹോസ്പിറ്റൽ ഇവിടെ റൺ ചെയ്യുന്നത്. മലയാറ്റൂർ എന്ന സ്ഥലത്താണ് നമ്മുടെ ഹോസ്പിറ്റൽ. നിങ്ങളുടെ പ്രവർത്തനങ്ങളെ കുറിച്ചും ഹോസ്പിറ്റലിനെ കുറിച്ചും കേട്ടതിൽ വളരെയധികം സന്തോഷം. നമുക്ക് നേരിട്ട് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. കഴിഞ്ഞ ഏതാനും ദശകങ്ങളായിട്ട് നമ്മുടെ ജീവിതത്തിൽ വെസ്റ്റേൺ ഫുഡ്, പ്രോസസ്ഡ് ഫുഡ്, അതുപോലെ തന്നെ ഫാസ്റ്റ് ഫുഡ് എന്നിവയുടെ വലിയൊരു കടന്നുകയറ്റം തന്നെ കാണാൻ സാധിക്കും. ഇത് നമ്മുടെ ജീവിതശൈലിയെയും ജീവിതശൈലി രോഗങ്ങളെയും ആരോഗ്യങ്ങളെയും എങ്ങനെയൊക്കെ ബാധിക്കുന്നുണ്ട്? ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാനും ദശകങ്ങൾക്ക് മുമ്പ് നല്ലൊരു ശതമാനം നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്ന അസുഖങ്ങളും ഇൻഫെക്ഷ്യസ് ഡിസീസസ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്നുള്ളൊരു കാറ്റഗറിയിലാണ് വന്നിരുന്നത്. പക്ഷേ ഇന്ന് ഇപ്പോൾ നോക്കുമ്പോഴേക്കും ഓൾമോസ്റ്റ് ലൈക്ക് 70-80% ഓഫ് ദ കണ്ടീഷൻസ് അല്ലെങ്കിൽ അസുഖങ്ങൾ വരുന്നത് ലൈഫ് സ്റ്റൈലുമായിട്ട് റിലേറ്റഡ് ആണ്. അതായത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ഓരോ ദിവസവും നമ്മൾ ജീവിക്കുന്നു എന്നുള്ളതാണ് രോഗത്തിന് കാരണമായിട്ട് മാറുന്നത്. അന്നേരം നമ്മളുടെ ഓരോ ദിവസത്തെയും ചോയ്സുകൾ, ഹെൽത്തി ആയിട്ടുള്ള ചോയ്സ് നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹെൽത്ത് ഉണ്ടാകും. മറിച്ച് അൺഹെൽത്തി ആയിട്ടുള്ളൊരു ചോയ്സാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമ്മൾ അൺഹെൽത്തി ആയിട്ട് മാറും. നമ്മളുടെ ചോയ്സസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് വരുന്ന ചോയ്സസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭക്ഷണശീലങ്ങളാണ്, അതുപോലെ തന്നെ നമ്മുടെ വ്യായാമമാണ്, നമ്മളുടെ സ്ട്രെസ്സാണ്, നമ്മളുടെ തോട്ട് പ്രോസസ്സാണ്. അത് നമ്മളുടെ സമൂഹത്തിൽ വളരെയധികം വ്യതിയാനങ്ങൾക്ക് കഴിഞ്ഞ ഏതാനും ചിലങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒരുപാട് ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് ഇന്ന് കാണുന്നത്. കേരളീയർ അവരുടെ തദ്ദേശീയ ഭക്ഷണശീലങ്ങളിലേക്ക് മടങ്ങി പോകുന്നത് എന്തുകൊണ്ടും നല്ലതാണോ, അതോ ഇത് അവരുടെ ദൈനംദിന ഭക്ഷണശീലങ്ങളിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ എന്തൊക്കെ ഗുണങ്ങളുണ്ടാവും? ഡോക്ടർ നിഷ ഒന്ന് പറയാമോ? സ്വാഭാവികമായിട്ട് ഇപ്പോഴത്തെ ജീവിതകാലത്തിൽ എല്ലാവരും ഫാസ്റ്റ് ഫുഡിനെയാണ് കൂടുതൽ ആശ്രയിച്ചിരിക്കുന്നത്. അത് നമുക്ക് ടേസ്റ്റ് തരുന്നു മാത്രമേ ഉള്ളൂ, അതിനപ്പുറം നമുക്ക് ആരോഗ്യം തരുന്നില്ല. മറിച്ച് നമ്മൾ പണ്ടത്തെ രീതിയിലുള്ള ഭക്ഷണ രീതിയാണ് ഉപയോഗിക്കുകയാണെങ്കിൽ അത് ടേസ്റ്റിനോട് കൂടി തന്നെ നമുക്ക് ആരോഗ്യവും നൽകുന്നതാണ്. അപ്പോൾ ഇപ്പോഴത്തെ തലമുറകൾ പണ്ടത്തെ പോലെയുള്ള ഭക്ഷണ രീതികൾ കൂടുതൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് മുഖ്യമായിട്ടുള്ള കാര്യം. ഇപ്പോൾ ഈവനിങ് ആകുമ്പോൾ നമ്മുടെ കൊളീഗ്സ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് പറയും വാടാ ഒന്ന് പുറത്തോട്ട് പോയി ഭക്ഷണം കഴിക്കാം. അപ്പോൾ ഇത് നമുക്ക് പലപ്പോഴും ഒഴിവാക്കാൻ പറ്റാത്തൊരു ക്വസ്റ്റ്യനാണ്. അതുപോലെ തന്നെ അപ്പോൾ അവരുടെ അടുത്ത് പറയുകയാണെങ്കിൽ നീ ഒരു ഡിമോട്ടിവേറ്റ് ആയി, നീ ഞങ്ങൾ പിന്തിരിപ്പിക്കുകയാണ്, നിനക്കതിന് ചേരാൻ താല്പര്യമില്ല. ഈ പുറത്തെ ഭക്ഷണം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്കുള്ളിലൊരു ഗിൽറ്റ് ഉണ്ടാകുമെങ്കിലും പിന്നെ തുടരെയുള്ള ഈ ഭക്ഷണത്തിൻ്റെ ഉപയോഗങ്ങൾ നമുക്ക് കുറയ്ക്കാൻ പറ്റാത്തൊരു ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ നീങ്ങുമ്പോൾ ഇതിനെ അങ്ങനെ ഒരു പരിധി വരെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇതൊരു സൈക്കോളജിക്കൽ ക്വസ്റ്റ്യൻ കൂടി ആവാം. കാരണം ചിലപ്പോൾ നമുക്ക് ഫ്രണ്ട്സിനോട് നോ എന്ന് പറയേണ്ടി വരും. അല്ലെങ്കിൽ ഈ ഒരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ തുടർന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നമുക്ക് ഡയറ്റിൽ എന്തൊക്കെ ചേഞ്ചസ് വരുത്താം, അതുപോലെ തന്നെ നമുക്ക് എന്തൊക്കെ കൂടുതൽ വർക്കൗട്ട് ചെയ്യാം. അപ്പം അങ്ങനെ പല കാര്യങ്ങളും ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ട് വരും. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും പിയർ പ്രഷർ കാരണമാണ് നമ്മൾ പലപ്പോഴും പല കടകളിലും കയറുന്നതും അവിടുത്തെ പല രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതും ഒക്കെ. പക്ഷേ എപ്പോഴും നമ്മൾ നാച്ചുറോപ്പതിയിൽ എപ്പോഴും പറയുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ നമ്മളുടെ ആരോഗ്യത്തിൻ്റെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളാണ് എന്നാണ്. അന്നേരം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഒഴിവാക്കാൻ പറ്റാത്തൊരു സാഹചര്യം, അപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞാൽ അവിടെയുള്ള ഹെൽത്തിയർ ഓപ്ഷൻസ് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമ്മളുടെ സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകേണ്ടത് നമ്മളുടെ ഓരോരുത്തരിലുമാണ്. അതായത് ഉദാഹരണത്തിന് നമ്മൾ ഒരു ഹോട്ടലിൽ ചെന്നിട്ട് ആ ഒരു ഹെൽത്തി ഓപ്ഷൻ ആയിട്ടുള്ള ഒരു ഫുഡ് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് അവർക്ക് ഉണ്ടാവില്ല. പക്ഷെ 2-3 പ്രാവശ്യം നമ്മൾ പലരുമായിട്ട് ചോദിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവരത് അവരുടെ മെനുവിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും.
അതേപോലെ തന്നെ സാലഡ്സ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പം ഒരു റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ നമ്മൾ ഭക്ഷണം കഴിച്ചു. പക്ഷെ ആ കൂടെ തന്നെ നമുക്കിപ്പം നമ്മളൊക്കെ പലപ്പോഴും പുറത്ത് പോയി ഭക്ഷണം കഴിക്കേണ്ട അവസ്ഥ വരുമ്പോൾ ഇപ്പോൾ നമ്മുടെ കൊളീഗ്സ് തന്നെ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബഞ്ച് ഓഫ് സാലഡ്സും കൂടെ വാങ്ങിക്കും. സോ അറ്റ്ലീസ്റ്റ് എന്താ പറയുക, കുറച്ചും കൂടെ ഫൈബറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ കിട്ടും. അന്നേരം അത് കമ്പാരിറ്റീവ്ലി നമ്മൾ ജസ്റ്റ് ഒരു ബിരിയാണി മാത്രം കഴിക്കുന്നതോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു മന്തി മാത്രം കഴിക്കുന്നതോ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് കുറച്ചും കൂടെ ഹെൽത്തിയർ ആയിട്ടുള്ള ഓപ്ഷൻസും കൂടെ കിട്ടും. പിന്നെ എപ്പോഴും നമ്മൾ എന്താണോ നമ്മളുടെ റെസ്റ്റോറൻറ്റ്സിനോട് ഡിമാൻഡ് ചെയ്യുന്നത് അതാണ് അവർ നമുക്ക് സെർവ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഫ്യൂച്ചർ നിങ്ങളിപ്പം ഹെൽത്തിയർ ആയിട്ടുള്ള ഓപ്ഷൻ ചോദിച്ചാൽ ഡെഫിനറ്റ്ലി നാളെ ആ റെസ്റ്റോറൻറ്റ്സ് ഹെൽത്തിയർ ആയിട്ടുള്ള ഫുഡ് നമുക്ക് കൊണ്ടുവന്ന് തരും ഡെഫിനറ്റ്ലി. കാരണം ചേഞ്ച് വരേണ്ടത് നമ്മളിൽ ഓരോരുത്തരിലുമാണ്. പിന്നെ പിയർ പ്രഷർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനോട് എന്താ പറയുക, നമ്മൾ ആ ഒരു ഹെൽത്ത് ഉള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഒറ്റ നൈറ്റ് കൊണ്ട് അവർ മാറിയില്ലെങ്കിലും പക്ഷെ പിന്നീടൊരു എന്താ പറയുക സാഹചര്യം വരുമ്പോൾ അവരും ഒരു ഹെൽത്തിയർ ആയിട്ടുള്ള ഓപ്ഷനിലേക്ക് വരാനുള്ള ചാൻസുകൾ വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ പുതിയ ഭക്ഷണ രീതികളും പരമ്പരാഗത പോഷകാഹാര രീതികളും എങ്ങനെ നമുക്ക് സമന്വയിപ്പിക്കാം? ആരോഗ്യകരമായ ഒരു ഭക്ഷണ രീതി ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിന് ഡോക്ടറുടെ റെക്കമെൻഡേഷൻ എന്തൊക്കെയാണ്? നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്കിപ്പോൾ എല്ലാവരും ഫാസ്റ്റ് ഫുഡ് ആണ് കൂടുതൽ ചൂസ് ചെയ്യുന്നത്. പക്ഷേ പണ്ട് ഉള്ള പോലെ നമ്മൾ വീട്ടിൽ തന്നെ ഭക്ഷണം ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ ആരോഗ്യം വേറെ തന്നെയാണ്. അപ്പോൾ കൂടുതലായിട്ട് നമ്മൾ ഭക്ഷണത്തിൽ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക. കൂടാതെ നട്ട്സ്, സീഡ്സുകളൊക്കെ ഉപയോഗിക്കുന്നത് തന്നെ സ്വാഭാവികമായിട്ട് നമ്മുടെ ആരോഗ്യം ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നതായിരിക്കും. അപ്പോൾ ഫാസ്റ്റ് ഫുഡ് നമുക്ക് എത്രത്തോളം ഒഴിവാക്കാൻ പറ്റുന്നോ അത്രത്തോളം ഒഴിവാക്കുക. പക്ഷെ എന്നിരുന്നാലും നല്ല രീതിയിലുള്ള ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഇതിനകത്ത് എനിക്ക് കുറച്ച് ആഡ് ചെയ്യാനായിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഒരു എക്കോ സിസ്റ്റം എന്ന് പറയുന്നത് പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. ഉദാഹരണമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇന്ത്യൻ ഫുഡ് അല്ലെങ്കിൽ മലയാളികളുടെ ഫുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പ്രിപ്പറേഷൻ ടൈം ആവശ്യമുള്ളതാണ്, അല്ലെങ്കിൽ ഒരുപാട് എഫേർട്ട് ആവശ്യമുള്ളതാണ്. നമ്മളുടെ ദോശയും ഇഡ്ഡലിയൊക്കെ ആകുമ്പോൾ ഒരുപാട് എഫേർട്ട് ആവശ്യമുള്ള ഒരു സാധനമാണ്. പക്ഷേ നമ്മളുടെ ഫ്യൂച്ചർ മേ ബി ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ നമ്മളുടെ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ സൂപ്പർ മാർക്കറ്റുകൾക്കൊക്കെ കുറച്ചും കൂടെ ചെയ്യാൻ പറ്റുന്നത് റെഡി ടു ഈറ്റ് കൈൻഡ് ഓഫ് ഫുഡ്. ഫോർ എക്സാമ്പിൾ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തിട്ടുള്ള വെജിറ്റബിൾസ്, അല്ലെങ്കിൽ സാലഡ് വെജിറ്റബിൾസ് കട്ട് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ സ്പ്രൗട്ടഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഓൾറെഡി റെഡി ടു കുക്ക് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഇപ്പം ദോശമാവൊക്കെ അത്യാവശ്യം കിട്ടുന്നുണ്ട്. പക്ഷെ അങ്ങനെയുള്ള ഒരു ഇൻഡസ്ട്രി പാരലി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മളുടെ വർക്കിംഗ് ക്ലാസ് ഇതിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവർക്ക് ഒരു എഫേർട്ട് എടുക്കേണ്ട ഒരു കുക്കിംഗ് ഒരിക്കലും പ്രാക്ടിക്കലി പോസിബിൾ ആയിരിക്കില്ല. ഇനി വരുന്ന കാലങ്ങളിൽ ഇത് കുറച്ചുകൂടെ ബുദ്ധിമുട്ടാകും. അന്നേരം നമ്മളുടെ ഇൻഡസ്ട്രി എന്താ പറയുക, റെഡി ടു കുക്ക് എന്ന് പറയുന്ന രീതിയിലേക്കുള്ള വെജിറ്റബിൾസ് കട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ ദോശമാവോ അല്ലെങ്കിൽ സ്പ്രൗട്ടഡ് ആയിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഫ്രൂട്ട് കട്ട്സോ അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ചും കൂടി വൈഡായിട്ട് നമ്മളുടെ ഇവൻ എന്താ പറയുക ചെറിയ ചെറിയ വില്ലേജുകളിൽ പോലും ലഭിക്കുന്ന രീതിയിലേക്ക് വന്നു കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ നമുക്ക് ഈസി ആയിട്ട് അഡോപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അന്നേരം അത് നമ്മൾ എഗെയിൻ ഇത് കാണുന്ന ഓരോരുത്തരും നിങ്ങളുടെ ലോക്കലി ഉള്ള കടകളിൽ പോയിട്ട് ഇങ്ങനെ ഒരു സാധനം അവൈലബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പതുക്കെ എന്താ പറയുക ആ ഷോപ്പുകാർക്ക് മനസ്സിലാവും ഓക്കെ ഇതിനൊരു ഡിമാൻഡ് ഉണ്ട്. അങ്ങനെയാകുമ്പോൾ എന്താ പറയുക ചെറിയ ഇപ്പം കുടുംബശ്രീ പോലെയുള്ള യൂണിറ്റുകൾക്ക് ഇങ്ങനെയുള്ള സാധനങ്ങൾ വെജിറ്റബിൾ കട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ സ്പ്രൗട്ടഡ് ആയിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ അത്യാവശ്യം എന്താ പറയുക ബേക്ക് ചെയ്യാൻ പറ്റുന്ന ചിക്കനോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ റെഡി ടു ഈറ്റ് എന്നുള്ള രീതിയിൽ പ്രിപ്പയർ ചെയ്ത് ഫ്രോസൺ ആയിട്ട് വെക്കുകയും അതിനെ എന്താ പറയുക നമ്മളെ പോലെയുള്ള വർക്കിംഗ് ക്ലാസ്സിന് ഈസി ആയിട്ട് പ്രൊക്യൂർ ചെയ്തിട്ട് പെട്ടെന്ന് കുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ സൊസൈറ്റിയും മാറേണ്ടതുണ്ടെന്നാണ് എനിക്ക് തീർച്ചയായിട്ടും തോന്നുന്നത്. സ്വിഗ്ഗി, സൊമാറ്റോ ഒന്ന് ഓർഡർ ചെയ്താൽ മതി, ഭക്ഷണം വീട്ടിലെത്തും. പലരുടെയും ഡിന്നർ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇത്തരം ആപ്ലിക്കേഷനുകളിൽ അമിതമായി ആശ്രയിക്കുന്നത് വഴി എന്തെല്ലാം രോഗങ്ങളാണ് നമ്മൾ അറിഞ്ഞും അറിയാതെയും വരുത്തി വയ്ക്കുന്നത്? ഇത് സ്വിഗ്ഗി, സൊമാറ്റോ എന്ന ആപ്ലിക്കേഷന്റെ മിസ്റ്റേക്ക് അല്ല, മറിച്ച് നമ്മുടെ ഒരു ഫുഡ് കൾച്ചറിന്റെ മാറ്റമാണത്. ഉദാഹരണമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് വീടുകളിൽ കുക്ക് ചെയ്യാനായിട്ട് ആൾക്കാർക്ക് സമയവും സാഹചര്യവും താല്പര്യവും ഇല്ല. അങ്ങനെയാകുമ്പോഴത്തേക്കും ഒന്നെങ്കിൽ റെസ്റ്റോറൻറ്റ്സ് അല്ലെങ്കിൽ ഇതേപോലെയുള്ള ആപ്ലിക്കേഷൻസ് നമ്മൾ ഈ കൺവീനിയൻസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നു. അന്നേരം ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സ്വിഗ്ഗിയിലെ ഫുഡ് അല്ലെങ്കിൽ സൊമാറ്റോയിലെ ഫുഡ് രാത്രി 1 മണിക്കും അല്ലെങ്കിൽ 2 മണിക്കും ഏർലി മോർണിംഗും എപ്പം വേണേലും കിട്ടും. സോ അങ്ങനെ ഒരു സാഹചര്യത്തിൽ വരുമ്പോൾ അതിനകത്ത് വരുന്നത് ഒന്ന് എംപ്റ്റി കലോറീസ് ആണ്. അതായത് റിഫൈൻഡ് ആയിട്ടുള്ള ഷുഗർ അല്ലെ റൈസ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതൽ വരുന്നത്. 2 പ്രശ്നം ടേസ്റ്റ് മേക്കേഴ്സ് ഉണ്ടാകാം. അതുപോലെ തന്നെ അവർ യൂസ് ചെയ്യുന്ന ഓയിൽസ് എന്താണെന്ന് നമുക്കറിയില്ല. എഗെയിൻ അത് ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള
ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് വരാനായിട്ട് കാരണമാകുന്ന പല പദാർത്ഥങ്ങളും അതിനകത്തുണ്ടാവും. പിന്നെ അതേപോലെ തന്നെ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി. എൻഡ് ഓഫ് ദ ഡേ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് നമ്മളുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ബിൽഡിംഗ് ബ്ലോക്സ് അല്ലെങ്കിൽ ന്യൂട്രിയൻസ് കിട്ടാനായിട്ടാണ്. പക്ഷെ ഇങ്ങനെയുള്ള ടേസ്റ്റിന് വേണ്ടി ഉണ്ടാക്കുന്ന പല ഫുഡ് പ്രൊഡക്ട്സും പലപ്പോഴും ന്യൂട്രീഷണലി ഓൾമോസ്റ്റ് ലൈക്ക് സീറോയാണ്. അതിനകത്ത് ന്യൂട്രീഷണൽ വാല്യൂസ് ഒന്നും തന്നെ ഇല്ല. അങ്ങനെയാകുമ്പോൾ ഇത് ഒരു ഡബിൾ എഡ്ജ് സോഡാണ് വരുന്നത്. അതായത് ഒരു ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഒരു പ്രശ്നവും അറ്റ് ദ സെയിം ടൈം ഒരു ന്യൂട്രീഷൻ ഇല്ലാത്തൊരവസ്ഥയും. അന്നേരം ഇത് നമ്മളെ ഒരു ഇനിയും ഫർദർ ആയിട്ട് ഇപ്പം തന്നെ നമ്മൾ കേരളം ഡയബറ്റീസിന്റെ ക്യാപിറ്റലായിട്ടാണ് അറിയപ്പെടുന്നത്. അന്നേരം ഈ ഒരു കൾച്ചർ തുടങ്ങിയിട്ട് അധികം കാലമൊന്നും ആയിട്ടില്ല. അന്നേരം ഇനി വരുന്ന 10-20 വർഷങ്ങളിൽ നമ്മൾ ഡയബറ്റീസിന്റെയും അല്ലെങ്കിൽ കാർഡിയോവാസ്കുലർ കണ്ടീഷൻസിന്റെയും എണ്ണം ഇനിയും ഒരുപാട് കാണാനായിട്ട് ഈ ഒരു കൾച്ചർ ഡെഫിനറ്റ്ലി കാരണമാകും. കാരണം അതിനകത്തേക്ക് നിന്ന് മാറി ചിന്തിക്കുക എന്നുള്ളത് ഇങ്ങനെയുള്ള കണ്ടീഷൻസ് വരാതിരിക്കാനായിട്ടുള്ള ഏറ്റവും വലിയ പ്രിവെന്റീവ് മെഡിസിൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാക്സിമം ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇനി ഒഴിവാക്കാൻ പറ്റുന്നില്ല എങ്കിൽ സോ ഡെഫിനറ്റ്ലി ഹെൽത്തിയർ ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ്സ് അത് ഓർഡർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. മേ ബി ഒരു ഫ്രൂട്ട് സാലഡ്സ് അല്ലെങ്കിൽ ഒരു വെജിറ്റബിൾ സാലഡ്സ് ഡെഫിനറ്റ്ലി നമുക്ക് സ്വിഗ്ഗിയോട് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സൊമാറ്റോയിൽ ഡിമാൻഡ് ഉണ്ടെങ്കിൽ അഗെയിൻ അവർ കൊണ്ടും തരും. സോ അന്നേരം നമ്മൾ ആ ഒരു ട്രാൻസിഷൻ നമ്മൾ ഓരോരുത്തരുമാണ് ആ ട്രാൻസിഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടത്. സോ അതുകൊണ്ട് സ്വിഗ്ഗിനെയും സൊമാറ്റോനെയും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. നമ്മളുടെ എന്താ പറയുക കൺസ്യൂമർ എന്താണ് ഡിമാൻഡ് ചെയ്യുന്നത് അതാണ് അവർ തരുന്നത്. അതുകൊണ്ട് നമ്മൾ ആസ് എ കൺസ്യൂമർ നമ്മൾ കൂടുതൽ എഡ്യൂക്കേറ്റഡ് ആകണം, നമ്മൾ കൂടുതൽ ഹെൽത്ത് കോൺഷ്യസ് ആകണം, നമ്മൾ കൂടുതൽ എന്താ പറയുക ഹെൽത്ത് പ്രാക്ടീസസ് നമ്മൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ചെയ്യണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇനി വ്യക്തിപരമായൊരു ചോദ്യമാണ്. ഈ സാക്യ തുടങ്ങാനുള്ള ഒരു മോട്ടീവ് എന്താണ്? അതുപോലെ തന്നെ എന്തെല്ലാം സർവീസാണ് സാക്യയിൽ കൊടുക്കുന്നത്? സാക്യ നാച്ചുറോപ്പതി ഹോസ്പിറ്റൽ ആൻഡ് ഫെർട്ടിലിറ്റി സെന്റർ നമ്മുടെ ഒരു ഡ്രീം പ്രൊജക്റ്റാണ്. അന്നേരം ഞാനൊരു 10-18 വർഷമായിട്ട് നാച്ചുറോപ്പതി ഫീൽഡിൽ ലോകത്തിലെ പല ഭാഗങ്ങളിലും വർക്ക് ചെയ്തിട്ടുണ്ട്. പല ഭാഗത്തെ പല വിധത്തിലുള്ള ടെക്നോളജിയും പല സ്റ്റൈലിലുള്ള പ്രാക്ടീസും കണ്ടിട്ടുണ്ട്. സോ എൻ്റെ ഇനിഷ്യൽ പ്രാക്ടീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രഡീഷണൽ നാച്ചുറോപ്പതി ആയിരുന്നു. പക്ഷേ അതിനുശേഷം വെസ്റ്റേൺ വേൾഡിൽ പ്രാക്ടീസ് ചെയ്ത് യുഎസിലും അയർലൻഡിലും ഒക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുത്തെ ഒരു നാച്ചുറോപ്പതി അപ്രോച്ചും കണ്ടു, അതിൽ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട മോട്ടിവേഷൻ കോവിഡിന് ശേഷമാണ്, അല്ലെങ്കിൽ കോവിഡിന്റെ സമയത്താണ് ഉണ്ടായത്. കോവിഡിന്റെ സമയത്ത് നമ്മുടെ പല ഹോസ്പിറ്റലിൽ വന്നുകൊണ്ടിരുന്ന പല പേഷ്യൻസിനും ഹോസ്പിറ്റലിൽ വരാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ വന്ന പേഷ്യൻസിനെ നമ്മൾ ഓൺലൈൻ ആയിട്ടുള്ള പ്രോഗ്രാംസ് ചെയ്യാനായിട്ട് തുടങ്ങി. അന്നേരം ഓൺലൈൻ പ്രോഗ്രാംസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ കിട്ടുന്ന പോലത്തെയുള്ള ഒരു എഫക്റ്റ് തന്നെ റിസൾട്ട് തന്നെ നല്ലൊരു ശതമാനം പേഷ്യൻസിനും ഓൺലൈൻ പ്രോഗ്രാമിൽ കിട്ടും. പക്ഷേ ചില ആളുകൾക്ക് ഓൺലൈൻ പ്രോഗ്രാം സഫീഷ്യൻ്റ് ആയിരുന്നില്ല. പ്രത്യേകിച്ച് ഒരു തെറാപ്പറ്റിക്കൽ ഫാസ്റ്റിംഗ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു തെറാപ്പി പർട്ടിക്കുലർ തെറാപ്പി ആവശ്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒരു ഇൻറ്റൻസീവായിട്ടൊരു ക്ലെൻസ് അല്ലെങ്കിൽ ഇൻറ്റൻസീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ആവശ്യമുള്ള സാഹചര്യത്തിൽ ഒരിക്കലും ഓൺലൈൻ പ്രോഗ്രാം അത് ഹെൽപ്ഫുൾ ആയിരുന്നില്ല. അന്നേരം എൻ്റെ പല പേഷ്യൻസും അവരുടെ ഒരു ഡിമാൻഡ് എന്തായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടർ ഒരു ഹോസ്പിറ്റൽ എത്രയും പെട്ടെന്ന് തുടങ്ങുക, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കും വരാമല്ലോ എന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു പല ആളുകളിൽ നിന്ന് വന്നുകൊണ്ടിരുന്നത്. അന്നേരം അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു ഓക്കെ നമുക്കൊരു ഹോസ്പിറ്റൽ എന്ന് തുടങ്ങാം. അത് കഴിഞ്ഞ് നമ്മുടെ പഴയ വർഷങ്ങളിൽ പല ഹോസ്പിറ്റലുകളിൽ നമുക്ക് ഒരുപാട് ഇൻഫെർട്ടിലിറ്റി കേസുകൾ വരാറുണ്ടായിരുന്നു. അതായത് ഇൻഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഹോസ്പിറ്റൽ സാക്യ ഇൻഫെർട്ടിലിറ്റി ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യാനായിട്ടുള്ള ഒരു കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സമൂഹം മുന്നോട്ട് പോകുന്നത് നമ്മളുടെ കുട്ടികളുടെ ആരോഗ്യം അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ ബന്ധപ്പെട്ടിട്ടാണ്. ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ മുതിർന്ന പൗരന്മാരെന്ന് പറയുന്നത്. നമ്മൾ ഒരു നാള് മരിക്കും, അതിനുശേഷം നമ്മുടെ നെക്സ്റ്റ് തലമുറയാണ് ഈ ലോകത്തെ അല്ലെങ്കിൽ ഈ സമൂഹത്തെ നിലനിർത്തേണ്ടത്. പക്ഷേ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ പല നാടുകളിലും നോക്കുമ്പോൾ ഇൻഫെർട്ടിലിറ്റി ഹോസ്പിറ്റലുകളുടെ എണ്ണം വളരെയധികം കൂടുതലാണ്. ഉദാഹരണത്തിന് ഡോക്ടർ നിഷ ഒരു ഇൻഫെർട്ടിലിറ്റി വൺ ഓഫ് ദ ഇന്ത്യയിലെ ടോപ്പ് ഇൻഫെർട്ടിലിറ്റി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അന്നേരം അവിടുത്തേക്ക് ഒരു പേഷ്യൻസിന്റെ സ്റ്റോറി കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദ ക്വാളിറ്റി ഓഫ് നെക്സ്റ്റ് ജനറേഷൻ ഈസ് ഗെറ്റിംഗ് അഫക്റ്റഡ്. എങ്ങനെയെങ്കിലും ഒരു കുട്ടി ഉണ്ടാകുക എന്നല്ല സാക്യയുടെ ഒരു ഐഡിയോളജി, മറിച്ച് ഒരു ഹെൽത്തി ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ആരോഗ്യമുള്ള ഒരു കുട്ടി ഉണ്ടാകുക എന്നുള്ളതാണ് സാക്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രയോറിറ്റി എന്ന് പറയുന്നത്. സോ അങ്ങനെ ആ ഒരു കൺസെപ്റ്റിലാണ് സാക്യ എന്നൊരു ഹോസ്പിറ്റൽ നമ്മളിവിടെ മലയാറ്റൂർ ആരംഭിക്കുകയും ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ ഒരു 6 മാസം കൊണ്ട് ഒരുപാട് പേഷ്യൻസ് വന്നു പോവുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു ഹാപ്പി ന്യൂസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഹോസ്പിറ്റലിൽ വന്ന 2 കപ്പിൾസ് ഇപ്പം പ്രഗ്നന്റ് ആയിട്ടുണ്ട്. അതിലൊരാൾ 3 മാസം കഴിഞ്ഞു, മറ്റേ ആൾ ഏകദേശം 2 മാസം കഴിഞ്ഞു. സോ അന്നേരം അതാണ് നമ്മളുടെ ഒരു ഗുഡ് ന്യൂസ് എന്ന് പറയാനായിട്ടുള്ളത് സാക്യനെ സംബന്ധിച്ചിട്ടുള്ളത്. വേനൽക്കാലത്ത് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ
നാച്ചുറോപ്പതിയിലെ പോംവഴികൾ എന്തെല്ലാമാണ്? സ്വാഭാവികമായും വേനൽക്കാലത്ത് ഒരുപാട് വെള്ളം കുടിക്കുക എന്ന് പറയാറുണ്ട്. ഇപ്പൊ രാവിലെ വെള്ളം കുടിക്കാൻ പറ്റിയില്ലെങ്കിൽ വൈകിട്ട് 2 ലിറ്റർ വെള്ളം കുടിക്കുക, അതാണ് അതിന്റെ ശരിയായ രീതി? അതോ ആരോഗ്യമുള്ള ഒരു വ്യക്തി ഒരു ദിവസത്തിൽ എത്ര ലിറ്റർ വെള്ളം കുടിക്കണം? ഇതൊന്ന് ക്ലാരിഫൈ ചെയ്യാം. വേനൽക്കാലത്ത് നമ്മൾ എല്ലാവരും പറയുന്ന പോലെ നന്നായിട്ട് വെള്ളം കുടിക്കുക. സാധാരണ വെള്ളത്തിനപ്പുറമായിട്ട് നമ്മുടെ വെജിറ്റബിൾ കൊണ്ടുണ്ടാകുന്ന വെജിറ്റബിൾ ജ്യൂസുകൾ കഴിക്കാൻ ശ്രമിക്കാം. പിന്നെ ഫ്രൂട്ട്സുകൾ, പഴവർഗ്ഗങ്ങൾ നന്നായിട്ട് കഴിക്കാം. പിന്നെ അധികമായിട്ടും ഉച്ചയ്ക്ക് നന്നായിട്ട് വെയിലുണ്ടാകുന്ന സമയത്ത് പുറത്തു പോകാതിരിക്കുക. ഇതൊക്കെയാണ് പ്രധാനമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഏകദേശം നമുക്കൊരു 2 ലിറ്റർ തൊട്ട് 2.5 ലിറ്റർ വരെ നമുക്ക് ദിവസേന കുടിക്കാവുന്നതാണ്. പക്ഷെ അത് നമ്മൾ ഒറ്റയടിക്ക് കുടിക്കാൻ പാടില്ല. പലപ്പോഴും നമ്മൾ ഈ പേഷ്യൻസിനോട് പറയുമ്പോൾ നന്നായിട്ട് വെള്ളം കുടിക്കണം എന്ന് പറയുമ്പോൾ രാവിലെ എഴുന്നേറ്റ ഉടനെ 1 ലിറ്റർ അടക്കം ഒറ്റയടിക്ക് കുടിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അതൊരിക്കലും ആരോഗ്യകരമല്ല. ത്രൂ ഔട്ട് ദ ഡേ നമ്മൾ പകുതി കുറച്ച് ചെറിയൊരു അളവിൽ ചെറിയ രീതിയിൽ കഴിച്ചു വരിക എന്നുള്ളതാണ്. അപ്പോൾ ഓൾമോസ്റ്റ് 2.5 ലിറ്റേഴ്സ് പെർ ഡേ നമുക്ക് കഴിക്കാവുന്നതാണ്. പലപ്പോഴും പല ആളുകളും കുടവയറിനെയും ചോറിനെയും എടുത്തു പറയാറുണ്ട്. നീ ചോറ് ഒരുപാട് കഴിക്കുന്നതുകൊണ്ടാണ് ഈ കുടവയറ് വരുന്നത് എന്ന് പറയാറുണ്ട്. ശരിക്കും ഈ അരി ഒരു വില്ലനാണ്. പ്രത്യേകിച്ച് മലയാളികളുടെ ഒരു സാഹചര്യത്തില് കുടവയറ് നമ്മളുടെ ഒരു അലങ്കാരമാണെന്ന് പറയാമല്ലോ. പക്ഷെ നമ്മളൊരു ബയോകെമിക്കലി നോക്കുമ്പോൾ 2 പ്രധാനപ്പെട്ട കാരണങ്ങളാണ് കുടവയറിന് കാരണമാകുന്നത്. ഒന്ന്, മലയാളിനെ സംബന്ധിച്ചിടത്തോളം ഡെഫിനറ്റ്ലി നമ്മളുടെ അരിയാഹാരം ഒരു പ്രശ്നം തന്നെയാണ്. അരിയാഹാരത്തിന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അരി ഇന്ന് നമ്മൾ കഴിക്കുന്ന അരി വല്ലാതെ റിഫൈൻഡ് ആണ്, വല്ലാതെ തവിടെല്ലാം നീക്കിയുള്ള അരിയാണ്. മാത്രമല്ല മലയാളികളുടെ ഭക്ഷണത്തിൽ അരി അല്ലെങ്കിൽ ഒരു വലിയൊരു പ്ലേറ്റ് ചോറും അതിന്റെ സൈഡിൽ തൊട്ടുകൂട്ടാനായിട്ട് കറിയും എന്നുള്ളതാണ് മിക്കവാറും നമ്മളുടെയൊക്കെ ഒരു ശീലം എന്ന് പറയുന്നത്. അന്നേരം അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മളുടെ പാൻക്രിയാസിലുള്ള ഇൻസുലിൻ എന്ന ഹോർമോൺ വല്ലാതെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടും, വല്ലാതെ സ്പൈക്കുകൾ ഉണ്ടാകും. ആ സ്പൈക്ക് ഉണ്ടാകുമ്പോൾ എന്താ പറയുക, ഈ ഇൻസുലിൻ എന്ന് പറയുന്ന ഒരു ഫാറ്റ് സ്റ്റോറേജ് ഹോർമോണാണ്. അന്നേരം ഈ ഫാറ്റ് അതുകൊണ്ട് അരിയിലുള്ള ഗ്ലൂക്കോസിനെ അത് ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്ത് ബോഡിയിൽ സൂക്ഷിക്കുകയാണ്, പ്രത്യേകിച്ച് അബ്ഡോമിനൽ റീജിയനിൽ സൂക്ഷിക്കുകയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് അരി ഒരു വില്ലനായിട്ട് മാറുന്നത്. അതുപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം സ്ട്രെസ്സാണ്. സ്ട്രെസ്സിൽ കോർട്ടിസോൾ എന്ന് പറഞ്ഞ ഹോർമോൺ എലിവേഷൻ നിൽക്കുമ്പോൾ നമുക്ക് ഒരിക്കലും അബ്ഡോമിനൽ ഫാറ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അന്നേരം അരി ഡെഫിനറ്റ്ലി ഒരു വില്ലനാണ്. പ്രത്യേകിച്ച് ഡിന്നർ സമയത്ത് കഴിക്കുന്ന അരി ആഹാരം അല്ലെങ്കിൽ അന്നജം നിറഞ്ഞൊരു ആഹാരം എന്ന് പറയുന്നത് കുടവയറിന് ഉള്ളൊരു പ്രധാനപ്പെട്ട കാരണക്കാരൻ തന്നെയാണ്. അടുത്ത ചോദ്യം, ജീവിതശൈലി രോഗങ്ങളിൽ ഭക്ഷണത്തിന് എത്രമാത്രം പ്രാധാന്യമുണ്ട്? ജീവിതശൈലി രോഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം തീർച്ചയായിട്ടും ഭക്ഷണത്തിന് തന്നെയായിരിക്കും. അന്നേരം ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഉള്ളത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, യു ആർ വാട്ട് യു ഈറ്റ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അന്നേരം എൻ്റെ അടുത്ത നമ്മളുടെ ശരീരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട റോ മെറ്റീരിയലാണ് നമ്മൾ എന്താ കഴിക്കുന്നത് എന്നുള്ളത്. അന്നേരം നമ്മളുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽ നമ്മളുടെ ഭക്ഷണത്തിലൂടെ നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ബോഡി ഒരു കോംപ്രമൈസ്ഡ് ആയിട്ടായിരിക്കും റൺ ചെയ്യുന്നത്. ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പായസം ഉണ്ടാക്കുമ്പോൾ ഉപ്പ് പ്രധാനമാണ്, പക്ഷെ അതൊരു ചെറിയൊരളവ് മതി. അതേപോലെ തന്നെ നമ്മളുടെ ശരീരത്തിന് ഒരുപാട് ന്യൂട്രിയൻസ് ചെറിയ അളവിൽ നമുക്ക് പലതും ആവശ്യമുണ്ട്. പക്ഷെ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് കഴിക്കുന്ന പല ഭക്ഷണത്തിലും ഈ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി, എസ്പെഷ്യലി മൈക്രോ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി കാരണം എന്താ പറയുക, നമ്മുടെ ബോഡി ശരിക്കും ഫങ്ഷൻ ചെയ്യുന്നില്ല. അതുതന്നെയാണ് ഇന്ന് കാണുന്ന പല ജീവിതശൈലി രോഗങ്ങളുടെയും അടിസ്ഥാനപരമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത്. അന്നേരം നമ്മൾ ചികിത്സയിൽ എപ്പോഴും പ്രൊമോട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫങ്ഷൻ മെഡിസിൻ എപ്പോഴും നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫുഡാണ്. ആ ബാലൻസ്ഡ് ആയിട്ടുള്ള ഫുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഹെൽത്തി ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് വേണം, ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീൻ വേണം, ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ് വേണം. അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, ഫ്ലേവനോയിഡ്സും ആന്റി ഓക്സിഡൻസും കിട്ടാനായിട്ട് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് വേണം. അതേപോലെ തന്നെ മൈക്രോ ന്യൂട്രിയൻസ് കിട്ടണം. അന്നേരം ഇതെല്ലാം കിട്ടുന്ന രീതിയിലുള്ള ഒരു ബാലൻസ്ഡ് ഡയറ്റാണ് നമുക്ക് എപ്പോഴും ഹെൽത്തി ഡയറ്റ് എന്ന് പറയുന്നത്. അന്നേരം അങ്ങനെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ജീവിതശൈലി രോഗങ്ങൾ നല്ലൊരു ശതമാനം വരെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഇനി ആ ഭക്ഷണത്തോടൊപ്പം തന്നെ വ്യായാമത്തിന് പ്രാധാന്യമുണ്ട്, പക്ഷെ ഏറ്റവും പ്രാധാന്യം ഭക്ഷണത്തിന് തന്നെയാണെന്ന് ഞാൻ പറയും. അടുത്ത ചോദ്യം, വ്യായാമം എത്രത്തോളം ആകാം? നമ്മൾ പല ന്യൂസുകളിലും കണ്ടിട്ടുണ്ട്, ജിമ്മിൽ അതുപോലെ തന്നെ വാക്കിങ്ങിനിടെയൊക്കെ ഹാർട്ട് അറ്റാക്ക് വരുന്നതും അവിടെ നിന്ന് ഹോസ്പിറ്റലൈസ്ഡ് ആവുന്നതും. ശരാശരി ഒരു മനുഷ്യന് ഒരു ദിവസം വ്യായാമം എത്രത്തോളം? വ്യായാമത്തിന്റെ കാര്യത്തില് തീർച്ചയായിട്ടും ഇപ്പം ഇന്ന് വ്യായാമം ചെയ്യാൻ തുടങ്ങുന്ന ഒരാളാണെങ്കിൽ നേരെ പോയിട്ട് എന്താ പറയാ, ഒരു ജോഗിങ് ചെയ്യോ അല്ലെങ്കിൽ ട്രക്കിംഗ് ചെയ്യോ അല്ലെങ്കിൽ ഹെവി വെയ്റ്റ്സ് എടുക്കുകയോ ഡെഫിനറ്റ്ലി ചെയ്യാൻ പാടില്ല. അത്
ഡെഫിനറ്റ്ലി ഇപ്പോൾ ഒരു ഏജ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ഡോക്ടറുടെ ഒപ്പീനിയൻ അല്ലെങ്കിൽ കാർഡിയോളജിസ്റ്റ് ഒപ്പീനിയൻ ഒക്കെ എടുത്തിട്ട് വ്യായാമം, ഇന്റൻസീവ് ആയിട്ടുള്ള വ്യായാമം ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും പാടുള്ളൂ. പക്ഷേ ഒരു ജനറൽ ഒരു ഐഡിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ എൻ്റെ പേഷ്യൻസിനോട് പലപ്പോഴും പറയുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഡെയിലി വ്യായാമം ചെയ്യുകയാണെങ്കിൽ ഒരു 1 hour കൂടുതൽ എങ്ങനെയാണെങ്കിലും പോകാൻ പാടില്ല. പക്ഷെ നമ്മളിപ്പം അടുത്ത് പറഞ്ഞ പോലെ തന്നെ പല ആൾക്കാരും കുഴഞ്ഞു വീണ് മരിക്കുന്നു, അല്ലെങ്കിൽ ട്രെഡ്മില്ലിൽ നിന്നുകൊണ്ടിരിക്കുമ്പോൾ ഹാർട്ട് അറ്റാക്ക് വരുന്നു. അങ്ങനെയുള്ള കേസുകളിലൊക്കെ പലപ്പോഴും അവർ ഇന്റൻസീവ് ആയിട്ടുള്ള വർക്കൗട്ടുകൾ ചെയ്യുന്നുണ്ടാകാം. സോ ഇന്റൻസീവ് ആയിട്ടുള്ള വർക്കൗട്ട് എന്ന് പറയുന്നത് വ്യായാമം തീർച്ചയായിട്ടും ഹെൽത്തി ആണ്. പക്ഷേ ഒരു പരിധിയിൽ കൂടുതൽ കൂടുമ്പോഴേക്കും അത് അൺഹെൽത്തി ആയിട്ട് മാറും. അന്നേരം അത് അതിൻ്റെതായ ഫിസിയോളജിക്കലും അല്ലെങ്കിൽ ബയോകെമിക്കലും ആയിട്ടുള്ള ഡിമാൻഡ്സ് നമ്മുടെ ശരീരത്തിൽ കൂട്ടും. അതുകൊണ്ട് തന്നെ ഒരു ഐഡിയലി ഒരു 45 minutes ഓഫ് എക്സസൈസ് ആയിരിക്കും നല്ലത്. ആ എക്സസൈസിൽ തീർച്ചയായിട്ടും കുറച്ച് കാർഡിയോ വേണം. പക്ഷെ മണിക്കൂറുകളോളം കിടന്ന് ഓടുന്ന നല്ല കാർഡിയോ, മേബി ഒരു 10 to 20 minutes സ്റ്റാർട്ടിങ് പതുക്കെ തുടങ്ങും, ചെറുതായിട്ട് തുടങ്ങാം, കംഫർട്ടബിൾ ആയിട്ട് ഉള്ള രീതിയിൽ തുടങ്ങുക. എന്നിട്ട് അതിനുശേഷം കുറച്ച് യോഗ ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് അതുപോലെ തന്നെ വെയിറ്റ് ട്രെയിനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മുടെ ഒരു സൊസൈറ്റി ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് സാർക്കോപീനിയ എന്ന് പറഞ്ഞൊരു കണ്ടീഷനിലൂടെയാണ്. അതായത് നമുക്കൊക്കെ കാണുമ്പോൾ ഹെൽത്തി ഫിറ്റ് ആണ്, പക്ഷേ പലപ്പോഴും നമ്മൾ ഡെക്സ പോലെയുള്ള സ്കാൻ ചെയ്ത് നമ്മൾ നോക്കുമ്പോൾ ആൾക്കാരുടെ ശരീരത്തിലെ മസിൽസിന്റെ അളവ് വളരെ കുറവാണ്. തടിയുണ്ട്, വെയിറ്റ് ഉണ്ട്, പക്ഷെ മസിൽസിന്റെ അളവ് വളരെ കുറവാണ്. പക്ഷെ മസിൽസ് ആണ് ജീവിതശൈലി രോഗങ്ങൾ പ്രിവെന്റ് ചെയ്യാനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം മസിൽസ് ഇല്ല എങ്കിൽ നമ്മളുടെ മെറ്റബോളിസം ശരിക്കും നടക്കില്ല. അന്നേരം മസിൽസ് നടക്കണമെങ്കിൽ വെയിറ്റ് ട്രെയിനിങ്, ലൈക്ക് ഡംബൽസ് ഒക്കെ എടുത്തിട്ടുള്ള ട്രെയിനിങ് നമുക്ക് ആവശ്യമാണ്. അന്നേരം വ്യായാമം എന്ന് പറയുന്നത് ഒരു അഗെയിൻ ഫുഡ് പോലെ തന്നെ പല രീതിയിലുള്ള വ്യായാമങ്ങൾ നമുക്ക് ആവശ്യമാണ്. നമുക്ക് എന്താ പറയുക, തീർച്ചയായിട്ടും പിന്നെ കാർഡിയോ വേണം, ഹാർട്ടിനും ലങ്സിനും ഒക്കെ കിട്ടാനായിട്ട്. അതുപോലെ തന്നെ വെയിറ്റ് ട്രെയിനിങ്സ് വേണം, പിന്നെ യോഗ പോലെയുള്ള ബ്രീതിങ് എക്സസൈസുകൾ വേണം. അന്നേരം ഈ ഒരു കോമ്പിനേഷൻ ആണ് വ്യായാമം എപ്പോഴും നമുക്ക് ജീവിതശൈലി രോഗങ്ങൾ പ്രിവെന്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഒരിക്കലും എന്താ പറയുക, ഓക്കെ വ്യായാമം നല്ലതാണെന്ന് പറഞ്ഞിട്ട് നാളെ പോയി 10-20 മിനിറ്റ് അല്ലെ അരമണിക്കൂർ ട്രെഡ്മില്ല് ചെയ്യാം അല്ലെ ചെയ്യണം എന്ന് പറയുന്നത് ഒരിക്കലും ഹെൽത്തി ആയിട്ടുള്ള ഓപ്ഷൻ ആയിരിക്കില്ല. ഗ്രാജുവലി ബിൽഡപ്പ് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ, 1900 കാലഘട്ടത്തിൽ 2000 കാലഘട്ടത്തിൽ രോഗങ്ങൾ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഇതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും പഠിക്കാനുണ്ടോ? 1900 കാലഘട്ടങ്ങളിൽ, അതായത് ഏകദേശം 100 വർഷം മുമ്പ്, അന്നത്തെ കാലഘട്ടത്തിലെ മേജറായിട്ടുള്ള ചലഞ്ച് എന്ന് പറയുന്നത് ഇൻഫെക്ഷ്യസ് ഡിസീസസ് ആയിരുന്നു. ഇൻഫെക്ഷ്യസ് ഡിസീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോളറയോ അല്ലെങ്കിൽ പോളിയോയോ ടൈഫോയിഡോ അങ്ങനെയുള്ള കണ്ടീഷൻസ് ആണ് ഒരുപാട് ആൾക്കാരുടെ ജീവൻ അപകരിച്ചത്. അതുപോലെ തന്നെ അന്നത്തെ കാലത്തെ ഹൈജീൻ വളരെ ഒരു പ്രശ്നമായിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ മെഡിക്കൽ എഡ്യൂക്കേഷനിൽ തന്നെ പ്രിവെന്റീവ് മെഡിസിൻ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രിവെന്റീവ് മെഡിസിൻ അല്ലെങ്കിൽ വാക്സിനേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ നമ്മളുടെ കമ്മ്യൂണിക്കബിൾ ഡിസീസ് അല്ലെങ്കിൽ ഇൻഫെക്ഷ്യസ് ഡിസീസിനെ ഒരുപാട് പ്രിവെന്റ് ചെയ്യാനായിട്ട് ഇന്ന് സാധിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ 2000s വരുമ്പോഴേക്കും അത് ജീവിതശൈലിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡീജനറേറ്റീവ് ആയിട്ടുള്ള കണ്ടീഷൻസ് ആണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അന്നേരം അതിന് ഉള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഏജ്. അതായത് നമ്മൾ പണ്ടത്തെ അപേക്ഷിച്ച് നമ്മളുടെ സൊസൈറ്റിയിൽ ഇന്ന് ആളുകൾ കൂടുതൽ വർഷം ജീവിക്കുന്നുണ്ട്. പിന്നെ ഈ ആന്റിബയോട്ടിക്സും അതുപോലെ തന്നെ വാക്സിനേഷനൊക്കെ വന്നതുകൊണ്ട് തന്നെ എന്താ പറയുക, ആൾക്കാരുടെ ലൈഫ് എക്സ്പെക്ടൻസി കൂടി. പക്ഷെ ക്വാളിറ്റി ഓഫ് ലൈഫ് എത്രത്തോളം ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം നമ്മുടെയൊക്കെ ഗ്രാൻഡ് പേരൻസ് ഒക്കെ 10-90 വയസ്സൊക്കെ ജീവിച്ച ആൾക്കാരെ നോക്കുമ്പോൾ ലൈക്ക് ദേ ഹാവ് ബെറ്റർ ഹെൽത്ത് ദാൻ നമ്മളുടെ ഇപ്പോഴത്തെ ജനറേഷൻസിനേക്കാളും ഹെൽത്ത് അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഹൈജീൻ അല്ലെങ്കിൽ വാക്സിനേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ക്വാളിറ്റി ഓഫ് ലൈഫ് 100% ഇമ്പ്രൂവ് ചെയ്തെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഡെഫിനറ്റ്ലി പ്രീമച്വർ ഡെത്ത് ഒക്കെ ഒരുപാട് പ്രിവെന്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ 2000s വരുമ്പോഴത്തേക്കും ഡീജനറേറ്റീവ് ഡിസീസസ് ആണ് അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആണ്. അന്നേരം ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക്കലി നമ്മൾ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതിന് അടിസ്ഥാനമായിട്ടാണ് ഈ ഡിസീസ് വരുന്നത്. അന്നേരം ഡയബറ്റീസോ അല്ലെങ്കിൽ കാർഡിയോവാസ്കുലർ ഇഷ്യൂസോ അല്ലെങ്കിൽ ആർത്രൈറ്റിസോ ഓട്ടോമ്യൂൺ കണ്ടീഷൻസോ ഒക്കെ അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റിയോ ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ഒക്കെ ഇന്ന് നമ്മൾ എങ്ങനെ നമ്മുടെ ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ മണിക്കൂറും അല്ലെങ്കിൽ ഓരോ നിമിഷവും നമ്മൾ എങ്ങനെ സ്പെൻഡ് ചെയ്യുന്നു എന്നതിനനുസരിച്ചാണ് വന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മളുടെ ഭക്ഷണശീലമാണ്, നമ്മളുടെ വ്യായാമമാണ്, നമ്മളുടെ സ്ട്രെസ്സാണ്, അതുപോലെ തന്നെ നമ്മുടെ തിങ്കിങ് പ്രോസസ്സാണ്. നമ്മൾ എങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നത്, എത്രത്തോളം പോസിറ്റീവായിട്ടാണ് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം നെഗറ്റീവാണ് ചിന്തിക്കുന്നത്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ പ്ലാന്റ് മെഡിസിൻസ് പണ്ടത്തെ കാലത്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ കൂടുതലും നമ്മുടെ സൊസൈറ്റിയിൽ അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെയാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്.
ഇന്ന് നമ്മൾ മിക്കവാറും തക്കാളിയും ഉള്ളിയും മാത്രം ഉപയോഗിച്ചുള്ള കറികളാണ് മിക്കവാറും വരുന്നത്. അല്ലെങ്കിൽ വെജിറ്റബിൾസിന്റെ കൺസപ്ഷൻ വളരെ കുറഞ്ഞു, അല്ലെങ്കിൽ കിട്ടുന്നത് തന്നെ നല്ല ക്വാളിറ്റി ഉണ്ടാകുന്നില്ല. അന്നേരം അന്നത്തെ ഒരു ഡയറ്ററി ഹാബിറ്റ്സും ഇന്നത്തെ ഡയറ്ററി ഹാബിറ്റ്സും മാറിയതോടൊപ്പം തന്നെ ന്യൂട്രീഷണൽ അവൈലബിലിറ്റിയും കുറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം പ്രകൃതി ചികിത്സയിലൊക്കെ മേ ബി 90കളിലൊക്കെ ഉള്ള പ്രകൃതി ചികിത്സയിൽ അല്ലെങ്കിൽ 80കളിലുള്ള പ്രകൃതി ചികിത്സയിൽ മിക്കവാറും എന്താ പറയുക ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിനായിരുന്നു കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. പക്ഷേ നമ്മളിന്ന് മോഡേൺ പ്രകൃതി ചികിത്സയിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മളൊരു അമേരിക്കൻ സ്റ്റൈൽ ഓഫ് വെസ്റ്റേൺ സ്റ്റൈൽ ഓഫ് നാച്ചുറോപ്പതിയിലേക്ക് പോകാൻ കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും നമ്മുടെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിൽ ആവശ്യത്തിനുള്ള ന്യൂട്രിയൻസ് തന്നെ കിട്ടത്തില്ല. അന്നേരം നമ്മൾ കുറച്ചും കൂടെ ടാർഗറ്റഡ് ആയിട്ടുള്ള എന്താ പറയുക സപ്ലിമെന്റേഷൻ ഓഫ് ന്യൂട്രിയൻസ് എടുക്കേണ്ടി വരുന്നുണ്ട്. അന്നേരം അതാണ് ഈ രണ്ട് കാലഘട്ടത്തിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഇപ്പം ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആണ് കൂടുതൽ, പണ്ട് കൂടുതൽ ഇൻഫെക്ഷ്യസ് ഡിസീസസ് ആയിരുന്നു. ഒരു പുതിയൊരു തലമുറ വളർന്നു വരികയാണ്. 2020 തലമുറയിലെ കുട്ടികൾ അവരുടെ ആരോഗ്യത്തിന് വേണ്ടി ശീലിപ്പിക്കേണ്ട ഭക്ഷണ രീതികൾ എന്തെല്ലാമാണ്? ഇപ്പം 2020 ശേഷം ജനിച്ച കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 4-5 വയസ്സൊക്കെയുള്ള കുട്ടികളായിരിക്കാം. അന്നേരം എനിക്ക് അതിനകത്ത് ഏറ്റവും പറയാനുള്ളത് എപ്പോഴും ബാലൻസ്ഡ് ആയിട്ടുള്ള മീൽസ് കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. കൂടുതലും ബേക്കറി സാധനങ്ങൾ മാക്സിമം ഒഴിവാക്കുക. വീടുകളിൽ വാങ്ങിച്ച് സ്റ്റോർ ചെയ്യാതിരിക്കുക. കൂടുതൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിച്ച് ശീലിപ്പിക്കുക. സോ നമ്മൾ പേരൻസ് കഴിക്കുന്നതാണ് കുട്ടികളും ഡെഫിനറ്റ്ലി കഴിക്കുന്നത്. അന്നേരം നമ്മൾ വീട്ടിൽ സാലഡ്സ് ഉണ്ടാക്കുന്ന ഒരു ഹാബിറ്റ് ഉണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ, സോ നമ്മുടെ കുട്ടികളും ഓട്ടോമാറ്റിക്കലി അതെടുത്തിട്ട് 1-2 പീസൊക്കെ എടുത്ത് കഴിച്ചു തുടങ്ങും. പതുക്കെ അത് അവരുടെ ഒരു ഹാബിറ്റായിട്ട് മാറും. അന്നേരം നമ്മൾ എന്താണോ കഴിക്കുന്നത് അതാണ് നമ്മുടെ കുട്ടികൾ കഴിക്കാൻ പോകുന്നത്. അന്നേരം ഞാൻ ഒരിക്കലും ബേക്കറി 100% ഒഴിവാക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അത് സ്ഥിരം ഒരു ഹാബിറ്റാക്കി മാറ്റാതിരിക്കുക. വീടുകളിൽ വാങ്ങി വെക്കാതിരിക്കുക, സ്റ്റോക്ക് ചെയ്യാതിരിക്കുക. സോ മേ ബി വല്ലപ്പോഴും അവരുടെ ഒരു ആഗ്രഹത്തിന് വാങ്ങിച്ചു കൊടുത്താൽ വലിയ തെറ്റൊന്നുമില്ല. പക്ഷെ അത് സ്ഥിരമായിട്ടൊരു ഹാബിറ്റായി മാറുമ്പോൾ, അല്ലെങ്കിൽ അവരതിൽ അഡിക്റ്റായി മാറുമ്പോൾ, നമ്മളും അവരെ ഇത് കഴിച്ച് കാണിച്ച് അവരെ പഠിപ്പിക്കുമ്പോൾ അതാണ് പ്രശ്നമായിട്ട് മാറുന്നത്. ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫുഡ്, ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ നന്നായിട്ട് കഴിക്കാനായിട്ട് ശീലിപ്പിക്കുക. റെസ്റ്റോറൻറ്റ് ഫുഡ് മാക്സിമം അവോയ്ഡ് ചെയ്യാനായിട്ട് പഠിപ്പിക്കുക. കുക്ക് ചെയ്യാനായിട്ട് പതുക്കെ പഠിപ്പിക്കുക. അതൊക്കെ ആണ് എനിക്ക് തോന്നുന്നു പുതിയൊരു തലമുറയ്ക്ക് ഏറ്റവും പ്രാധാന്യമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഡോക്ടർ മനുവിനും ഡോക്ടർ നിഷയ്ക്കും വിലയേറിയ വിവരങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടി തന്നതിന് നന്ദി. താങ്ക് യു സോ മച്ച്. ഈ ഇന്റർവ്യൂ ഇവിടെ അവസാനിക്കുന്നില്ല. പ്രേക്ഷകർക്ക് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ആരോഗ്യകരമായ ഒരു ജീവിതം പിന്തുടരാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.